രണ്ട് എക്സ്കവേറ്ററുകളാണ് അവിടെ ഇപ്പോൾ നിലവിലുള്ളത്. അവ ഉപയോഗിച്ചുകൊണ്ട് മണ്ണുനീക്കം ഈ ലക്ഷ്മണന്റെ ചായക്കട ഇരുന്ന ഭാഗത്ത് നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. SP നാരായണൻ തന്നെ പറഞ്ഞത് ആ ഭാഗത്ത് നിന്നുള്ള മണ്ണുനീക്കമാണ് ഇനി നടക്കേണ്ടത് എന്നാണ്. അർജുൻ കല്യാട് നമുക്കൊപ്പം തുടരുന്നുണ്ടെന്ന് കരുതുന്നു. അർജുൻ കല്യാട്, ഈ എക്സ്കവേറ്ററുകൾ ഇപ്പോൾ രണ്ടെണ്ണമുണ്ട്. അതുപയോഗിച്ചുകൊണ്ട് ആ ഭാഗത്തെ തടസ്സങ്ങളൊക്കെ വകഞ്ഞു മാറ്റുകയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. ഇന്ന് ഏത് രീതിയിലാണ്, അതായത് SP പറഞ്ഞതുപോലെ ഈ വാഹനം വരുന്ന ഭാഗത്തെ മണ്ണ് മുഴുവൻ വകഞ്ഞു മാറ്റുകയാണോ, അവിടെ നിന്ന് ആ ഭാഗത്ത് എവിടെങ്കിലും നിന്ന് അർജുനെ കണ്ടെത്താൻ കഴിയുമോ എന്നതാണോ പരിശോധിക്കുന്നത്? അതായത് സുജയ, ഈ എക്സ്കവേറ്റർ ഇന്ന് പ്രധാനമായും ഉപയോഗിക്കുന്നത് ഈ ലക്ഷ്മണൻ്റെ ചായക്കട നിന്ന ആ ഭാഗത്തെ മണ്ണ് പരമാവധി നീക്കുക. നേരത്തെ ദീപക് സൂചിപ്പിച്ചതുപോലെ തന്നെ രണ്ട് സാധ്യതകളാണ് ഇതിൽ പ്രധാനമായും ഈ പറയുന്ന തിരച്ചിൽ സംഘം കാണുന്നത്. അതായത് ഒന്ന്, ഈ ട്രക്കിനടിയിൽ അല്ലെങ്കിൽ ട്രക്കിനോടൊപ്പം തന്നെ അർജുൻ ഉണ്ടാവുക. അതിനല്ലെങ്കിൽ മറിച്ചുള്ളൊരു സാധ്യത എന്ന് പറയുന്നത്, ഈ ലക്ഷ്മണൻ്റെ ചായക്കടയിൽ അർജുൻ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും അതിനോട് ചേർന്നുള്ള മൺകൂനയിലേക്കോ അല്ലെങ്കിൽ പുഴയോട് ചേർന്നുള്ള ഈ ചായക്കട ഉൾപ്പെടെയുള്ള ഭാഗം ഇടിഞ്ഞു വീണിട്ടുള്ള ആ പ്രദേശത്ത് ഉണ്ടാവാനുള്ള സാധ്യതയാണ് പ്രധാനമായും ഈ തിരച്ചിൽ സംഘം കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടങ്ങളിലുള്ള മണ്ണ് പരമാവധി ആഴത്തിൽ ഈ ബൂം എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ട് എടുത്തു മാറ്റുക. അങ്ങനെ ആ മേഖലയിലേക്ക് കൂടി ഒരു തിരച്ചിൽ സമാന്തരമായി തന്നെ ഈ പുഴയിൽ തിരച്ചിൽ നടത്തുന്നതിനോടൊപ്പം തന്നെ ആ മേഖലയിലേക്ക് കൂടി തിരച്ചിൽ നടത്തുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും ഈ തിരച്ചിൽ സംഘം ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി തന്നെ ഇന്ന് രാവിലെ മുതൽ തന്നെ, അതായത് ഈ പറയുന്ന രീതിയിൽ ഡങ്കി ബോട്ട് ഉൾപ്പെടെയുള്ള സാമഗ്രികൾ ഈ തിരച്ചിലിന് ആവശ്യമായിട്ടുള്ള സാമഗ്രികൾ അവിടത്തേക്ക് എത്തിക്കുന്നതിന് മുമ്പ് തന്നെ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ എക്സ്കവേറ്റർ ഉപയോഗിച്ച് വലിയ തോതിൽ ആഴത്തിൽ പരിശോധന നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോഴും ആ പരിശോധന തുടരുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ MP യും MLA യും എല്ലാം തന്നെ അങ്കോളയിൽ നിന്ന് ഈ ഭാഗത്തേക്കാണ് പോയത്. നമ്മൾ നേരെ മറിച്ച്, അതായത് മറുകരയിലാണ് നിൽക്കുന്നത്. അതായത് ഗംഗാവാലി പുഴയിലുള്ള ഇതിനോടുള്ള ഒരു ബ്രിഡ്ജിനോട് ചേർന്നുള്ള ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 300 മീറ്റർ മാത്രം അകലെയാണ് ഈ ലാൻഡ് സ്ലൈഡ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് എന്തായാലും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഏകദേശം ഒരു 7 മണി 7:30 കൂടി തന്നെ ഈ ബൂം എക്സ്കവേറ്റർ ഉപയോഗിച്ചുള്ള ഈ മണ്ണ് നീക്കമുള്ള പ്രവൃത്തി നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിപ്പോഴും തുടരുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനോടൊപ്പം തന്നെയാണ് ഈ പുഴയിൽ നടക്കുന്ന തിരച്ചിലും. നേരത്തെ എല്ലാവരും സൂചിപ്പിച്ചു കഴിഞ്ഞു. അതായത് ഈ തിരച്ചിലിന് ഏറ്റവും പ്രധാനമായി വെല്ലുവിളിയായി മഴ ഇപ്പോൾ ഏകദേശം അല്പസമയം, ഏകദേശം 1 മണിക്കൂറോളായി തന്നെ മാറി നിൽക്കുകയാണ്. സാധാരണഗതിയിൽ ഇടവിട്ട് മഴ പെയ്യാറുണ്ടെങ്കിൽ കൂടി ഇന്ന് ഇപ്പോൾ ഏകദേശം ഒരു 9:30 കൂടി തന്നെ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പക്ഷേ ഇപ്പോഴും ഏറ്റവും പ്രധാനമായി ഈ നദിയിലെ ഈ പറയുന്ന 50 മീറ്റർ അകലെ 5 മീറ്റർ താഴ്ചയിൽ ഇന്നലെ തന്നെ ഈ ബെൻസ് ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടുള്ള ആ സ്ഥലത്തേക്ക് ഈ നേവി ടീമിന് ഡൈവ് ചെയ്യാനുള്ള ഏറ്റവും പ്രതിസന്ധിയായി നിലനിൽക്കുന്നത് അടിയൊഴുക്ക് തന്നെയാണ്. അടിയൊഴുക്ക് ഇപ്പോഴും മാറ്റമില്ലാതെ, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസത്തിൽ അല്പം ശക്തിയോട് കൂടിയുള്ള ഒഴുക്കാണ് ഇപ്പോൾ തുടരുന്നതെന്നാണ് കഴിഞ്ഞ ദിവസം ഇന്ദ്രബാലൻ തന്നെ, ഈ ദൗത്യത്തിൻ്റെ ഏറ്റവും പ്രധാനമായി നിർണായക നേതൃത്വം വഹിക്കുന്ന ഇന്ദ്രബാലൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് 3 നോട്ടിക്കൽ, അതായത് 3 ഇതിന് മുകളിൽ ഡൈവ് ചെയ്യുന്നത് ആത്മഹത്യാപരമായിട്ട്, ഈ ഡൈവ് ചെയ്യുന്ന നേവി ഉദ്യോഗസ്ഥൻ്റെ ജീവൻ തന്നെ അപായപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ആത്മഹത്യാപരമായിട്ടുള്ള സമീപനമായിരിക്കും. അതുകൊണ്ട് അത്തരത്തിൽ യാതൊരു വിധത്തിലുള്ള റിസ്ക് അത് നേവിയുടെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും ഉത്തരവാദിത്വമാണ് എന്നുള്ള കാര്യമാണ് ഇന്ദ്രബാലൻ സൂചിപ്പിച്ചത്. ഇന്നിപ്പോൾ 6 മുതൽ 8 വരെയുള്ള തോതിലാണ് ഇപ്പോൾ ഈ അടിയൊഴുക്ക് ഈ മേഖലയിൽ ഉള്ളത് എന്നാണ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സാഹചര്യം എന്ന് പറയുന്നത് അതീവ സങ്കീർണമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഡൈവ് ചെയ്യുന്നത് ഒട്ടും നമുക്ക് ചെയ്യാൻ വേണ്ടി പാടില്ലാത്തത് തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് ഈ നേവിയിലെ സംഘം വിശദമാക്കുന്നത്. എന്തായാലും അടിയൊഴുക്കാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായി ഈ ദൗത്യത്തിന് വെല്ലുവിളിയായി നിൽക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ, നമുക്ക് ഇവിടെ നിന്ന് കാണാൻ വേണ്ടി കഴിയുന്ന ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമാവുന്നത് കഴിഞ്ഞ ദിവസത്തേതിൽ നിന്നും അധികമായി ജലം ഈ മേഖലയിലേക്ക് ഒഴുകിയെത്തുന്നു എന്ന് തന്നെയാണ്. ഇന്നലെ രാത്രി ഉൾപ്പെടെ ഈ മേഖലയിൽ കനത്ത മഴ പെയ്തിരുന്നു. അതായത് ഒരു 12-1 മണിയോടുകൂടി തന്നെ അതിശക്തമായ മഴ പെയ്തിരുന്നു. രാത്രിയിലും ഇടവിട്ട് ശക്തമായ മഴ പെയ്തിരുന്നു. അതിലുപരിയായി ഈ മേഖലയിൽ മഴ പെയ്യുന്നതിനേക്കാൾ ഏറെ പശ്ചിമഘട്ട മേഖലയിൽ മഴ പെയ്താൽ കൂടി ഗംഗാവാലി പുഴയിലേക്കാണ് ഈ വെള്ളമെല്ലാം തന്നെ കുത്തിയൊലിച്ചെത്തുന്നത്. ഇവിടെ നിന്ന് അകലെയല്ല ഈ പറയുന്ന സമുദ്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഗംഗാവാലി പുഴയുടെ പരമാവധി ജലം വഹിച്ചുകൊണ്ട്, അതായത് ഗംഗാവാലി പുഴയിലേക്ക് കൈവഴികളായി ഒഴുകിയെത്തുന്ന പരമാവധി ജലം വഹിച്ചുകൊണ്ടാണ് ഈ മേഖലയിലൂടെ ഈ പുഴ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദൗത്യത്തിന് ഏറ്റവും പ്രധാനമായി വെല്ലുവിളിയായി നിൽക്കുന്നതും ഈ ജലനിരപ്പ് തന്നെയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റ് സാധ്യതകളെല്ലാം തന്നെ ഈ പറയുന്ന നേവിയുടെയും ഈ തിരച്ചിൽ നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥരുടെയും അതുപോലെ തന്നെ ജനപ്രതിനിധികളെല്ലാം ഭാഗത്തു നിന്നും പരിശോധിക്കുന്നുണ്ട്. ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നും അത്തരം സാധ്യതകൾ
പരിശോധിക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അതായത് ഏതെങ്കിലും ഘട്ടത്തിൽ ഈ ഒഴുക്ക് നിയന്ത്രിച്ച് നിർത്താനുള്ള ഏതെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടാവും, താൽക്കാലികമായി മറ്റ് തടയണകൾ നിർമ്മിക്കുക, അല്ലെങ്കിൽ ഈ ഒഴുക്ക് ഡൈവേർട്ട് ചെയ്തു വിടാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഉപകരണങ്ങളോ അല്ലെങ്കിൽ സാധനങ്ങളോ സാമഗ്രികളോ വലിയ തോതിലുള്ള കനമുള്ള വസ്തുക്കൾ ഈ ഇതിനകത്തേക്ക്, ഒരു ത്രികോണാകൃതിയിലുള്ള വസ്തുക്കൾ ഇതിനകത്തേക്ക് നിക്ഷേപിച്ചുകൊണ്ട് ഇതിൻ്റെ ഒഴുക്ക് മറ്റേതെങ്കിലും ദിശയിലേക്ക്, ആ ഭാഗത്തേക്ക്, ഈ 50 മീറ്റർ എന്ന് പറയുന്ന ഈ സ്പോട്ട് ചെയ്ത ഭാഗത്തേക്ക് ഒഴുക്ക് മാറ്റി ദിശയെ തിരിച്ചു വിടുന്നതിനുള്ള ശ്രമങ്ങൾ കൂടി, അത്തരത്തിലുള്ളൊരു കാര്യങ്ങൾ കൂടി അവർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ സാധ്യത കൂടി അവർ പരിശോധിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും പരമാവധി ഒരു എഫക്റ്റീവായിട്ടുള്ള ഒരു ദൗത്യം എന്തായാലും ഈ പറയുന്ന ജില്ലാ ഭരണകൂടത്തിൻ്റെയും നേവിയുടെയും സൈന്യത്തിൻ്റെയും എല്ലാം ഭാഗത്തു നിന്ന് ഇപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പ്രധാനമായും അർജുൻ കല്യാട്, നമുക്കൊന്ന് മുബഷിർ പി അക്ബറിലേക്ക് കൂടി പോകാം. മുബഷിർ,